നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന നാളെ. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും നാമനിർദ്ദേശ പത്രിക നൽകി. നരേന്ദ്രമോദി വർഗീയവാദിയും ജനവിരുദ്ധനുമായ പ്രധാനമന്ത്രിയെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ. കോങ്ങാട് മണ്ഡലത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. പറളി കമ്പയിൽ നിന്നാരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചത് കേരളശ്ശേരി. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ പ്രചരിക്കുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങൾ മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾക്ക് ഔപചാരിക തുടക്കം. ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നത് 2.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ. വള്ളുവനാടൻ ഉത്സവപ്പെരുമയുടെ ആത്മാവിഷ്കാരമായി ആര്യങ്കാവ് പൂരം. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപസ്മരണകളുറങ്ങുന്ന മണ്ണിൽ പൂരം നിറങ്ങളുടെ നൃത്തമായി. ആനകളില്ലാത്ത പൂരം ആചാരത്തനിമയുടെ നേർക്കാഴ്ച. ആവേശം പകർന്ന് ദേശക്കരുത്തിന്റെ കുതിരകളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF NDA സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. കെ മുരളീധരനും സുരേഷ് ഗോപിയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉച്ചയോടെ വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് മുമ്പാകെയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ജാഥയായാണ് കളക്ടറേറ്റിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യന്തോൾ സൈനിക സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കളക്ടറേറ്റിലേക്ക് റോഡ് ഷോയായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിൽ ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു വൈബ്രേഷനുണ്ട്, ഒരു പൾസുണ്ട്, അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം. അല്ല, അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും കുടുംബയോഗങ്ങൾ, ഇനിയിപ്പം വാഹന പ്രചരണം. SDPI ഓരോ തെരഞ്ഞെടുപ്പിലും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ടെന്നും തൃശൂരിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും വോട്ട് സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് പക്ഷേ ചില നയങ്ങളുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് തൃശ്ശൂര്, എനിക്ക് എന്റെ കാര്യം പറയാം. തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ പേരില്ല, ഏത് വോട്ടും സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ പേരില്ല. അല്ല, ഞാൻ പറയുന്ന വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ, അവരുടെ ഒക്കെ വോട്ടഭ്യർത്ഥിക്കുക. പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേരളത്തിൽ NDA ഇത്തവണ 2 സീറ്റ് നേടുമെന്നും അതിലൊന്ന് പാലക്കാടായിരിക്കുമെന്നും NDA പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. വരണാധികാരിയായ പാലക്കാട് ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു C കൃഷ്ണകുമാർ. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, P വേണുഗോപാൽ, N ശിവരാജൻ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ കേരളത്തിൽ NDA ഇത്തവണ 2 സീറ്റ് നേടുമെന്നും അതിലൊന്ന് പാലക്കാടായിരിക്കുമെന്നും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ NDA പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 2 അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും. തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. പാലക്കാട്ടത്തെ UDF സ്ഥാനാർത്ഥി SDPIയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക. ശ്രീനിവാസൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള PFIയുടെ മറ്റൊരു രൂപമായിട്ടുള്ള SDPIയുടെ പിന്തുണ സ്വീകരിക്കാൻ UDFൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം SDPIക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക. SDPI പോലുള്ള വർഗീയ ശക്തികളുടെ പിന്തുണ UDF സ്വീകരിച്ചത് കേരളത്തിലെ മുസ്ലിം സമൂഹം പോലും അംഗീകരിക്കാത്തതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് L. ബിജു മുമ്പാകെയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. മുൻ MP VS വിജയരാഘവൻ, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് A. തങ്കപ്പൻ, മുൻ MLA VT ബൽറാം തുടങ്ങി നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമെത്തിയാണ് രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 5 വർഷമായി ഒരു കുടുംബം പോലെ തന്നെ പരിഗണിക്കുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്നെ വിജയിപ്പിക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും. ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യസമേതം പറയുവാൻ സാധിക്കും. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ 5 വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ പിന്തുണയോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം മധുര വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നരേന്ദ്രമോദി വർഗീയവാദിയും ജനവിരുദ്ധനുമായ പ്രധാനമന്ത്രിയെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കോങ്ങാട് മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മണ്ണൂർ ചേറുംപാലയിലെ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു A. വിജയരാഘവൻ. നമ്മുടെ നാട്ടിൽ തീവ്ര വലതുപക്ഷക്കാരനും വർഗീയവാദിയും ജനവിരുദ്ധനുമായ ഒരാൾ പ്രധാനമന്ത്രിയാക്കി. അദ്ദേഹം നെഹ്റുവിനെ പോലെ പ്രധാനമന്ത്രിയായതല്ല. പണ്ഡിറ്റ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അനേക വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. അങ്ങനെ പ്രധാനമന്ത്രി. പണ്ഡിറ്റ് നെഹ്റു വലിയ ദക്ഷിണശാലിയായി നല്ല പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്. നല്ല ഹൃദയവിശാലതയുള്ള ഒരാളാണ്. മതനിരപേക്ഷതാവാദിയാണ്. പറളി, മങ്കര, മണ്ണൂർ, കേരളശ്ശേരി പഞ്ചായത്തുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. രാവിലെ 9-ന് പറളി കമ്പയിലാണ് ആദ്യ സ്വീകരണം ഒരുക്കിയത്. കേരളശ്ശേരിയിൽ പര്യടന പരിപാടി സമാപിച്ചു. 3 പഞ്ചായത്തുകളിലായി 30ഓളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വലിയ ജനക്കൂട്ടമാണ് ദൃശ്യമായത്. മണ്ണൂർ ചേറമ്പാലയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA, R. ചിന്നക്കുട്ടൻ, നാസർ അത്താപ്പ, മണ്ഡലം സെക്രട്ടറി PA. ഗോകുൽദാസ്, CR. സജീവ്, മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, SJ. നജീബ്, TR. ശശി, OV. സ്വാമിനാഥൻ, N. തങ്കപ്പൻ, ജയകൃഷ്ണൻ, അബ്ദുൽ മുത്തലി, KV. വിശ്വം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 96 ദേശങ്ങളുടെ ഉത്സവബോധത്തിന്റെ ആത്മാവിഷ്കാരമായി കവളപ്പാറ ആര്യങ്കാവ് പൂരം. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ പൂരം നിറങ്ങളുടെ നൃത്തമായി. രാവിലെ മുതൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ദേവീസന്നിധിയിൽ ദൃശ്യമായത്. കവളപ്പാറ ആര്യങ്കാവിൽ പൂരം പുലർന്നത് കുതിരകളിയുടെ ആവേശരാവിനു ശേഷം. കാവുമുറ്റത്ത് ആവേശ തിരതീർത്ത കുതിരകളി ദേശക്കരുത്തിന്റെ വിളംബരമായി. കാവുമുറ്റത്ത് നേരത്തെ ഇരിപ്പിടമുറപ്പിച്ചവർക്ക് മുന്നിലേക്ക് ആവേശാരവങ്ങളുമായി ദേശക്കുതിരകൾ ഊഴമനുസരിച്ചെത്തി. ത്രാങ്ങാലി കുതിരയ്ക്കാണ് കാവിലമ്മയ്ക്ക് മുന്നിൽ ആദ്യ ഊഴം. വൈകിട്ട് 7ഓടെ കുതിരകളി തുടങ്ങി. മാന്നനൂർ വെള്ളിയാട് കുതിരകൾ കാവുമുറ്റത്ത് കളിച്ചു കയറിയതോടെ നിറമാല ചടങ്ങുകളുടെയും നിവേദ്യത്തിൻ്റെയും നേരമായി. 10:30 കള്ളേക്കാട് കുതിര എത്തിയതോടെ കാവുമുറ്റത്ത് വീണ്ടും ആർപ്പുവിളികൾ ഉയർന്നു. ചുടുവാലത്തൂർ, ഷൊർണൂർ, നെടുങ്ങോട്ടൂർ, പനയൂർ കുതിരകളും പിറകെ ഊഴമനുസരിച്ച് കാവങ്കണത്തിലിറങ്ങി. തിരുമുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുതിര വെള്ളിയാട് മേളങ്ങളുടെ അകമ്പടി
ആര്യങ്കാവിൽ പൂരത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് കുതിരകളിയുടെ രാവും. ഓരോ ദേശങ്ങൾക്കും കുതിരകളിയുടെ രാവ് ദേവിക്കുള്ള സമർപ്പണത്തിൻ്റെ സംതൃപ്തിയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങൾ മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ക്ഷേത്രത്തിൽ നടക്കുക. അല്ലെങ്കിൽ ആരാണ് എന്നാണ് പ്രതിഷ്ഠ നടത്തിയത്, ഇതൊക്കെ ഒരു വിശ്വാസം എന്ന നിലയിൽ നമ്മളിങ്ങനെ തലമുറയായി കൊണ്ടു നടത്തുന്നത്. ക്ഷേത്രങ്ങളുടെ പഴക്കം കണക്കാക്കാൻ ഒരാൾക്കും സാധ്യത. ക്ഷേത്രങ്ങൾ എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമാണ് ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്ന് പറയേണ്ടി വരും. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പുനർനിർമ്മാണത്തിനുള്ള മരപ്പടികളുടെ സ്വീകരണവും നവീകരണ നിധി സമാഹരണവും എം.ആർ. മുരളി നിർവഹിച്ചു. മാങ്കുറിശ്ശി കെ വിശ്വനാഥൻ 10 ലക്ഷം, വിജയലക്ഷ്മി കൊയിലത്ത് 2 ലക്ഷം, ബാലകൃഷ്ണൻ നായർ പ്രണവ് 1/2 ലക്ഷം, നന്ദിനി സുരേഷ് ബാബു 1 ലക്ഷം, ശാന്തകുമാരി അമ്മ 70,000, രാജൻ വാര്യർ 1/2 ലക്ഷം എന്നിവർ നൽകിയ ആദ്യ സഹായനിധികളും എം.ആർ. മുരളി ഏറ്റുവാങ്ങി. ക്ഷേത്രം മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി പ്രാർത്ഥന നടത്തി. മലബാർ ദേവസ്വം ബോർഡ് അംഗം എ. രാമസ്വാമി, കല്ലൂർ രാമൻകുട്ടി മാരാർ, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ്, കെ വിശ്വനാഥൻ, കെ.എ. ജയപ്രകാശ്, എൻ. അച്യുതൻകുട്ടി, രവീന്ദ്രൻ കൊട്ടാരത്തൊടി, എം.കെ. വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്ര നവീകരണത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് എം.ആർ. മുരളി പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയ എം.ആർ. മുരളിക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു. ശില്പി ചെർപ്പളശ്ശേരി രാജേഷ് ആചാര്യയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിൽ ടിക്കറ്റ് പരിശോധകനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യസാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതാണ് TTE കെ വിനോദിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. വൈരാഗ്യം തോന്നിയ പ്രതി ഒഡീഷ സ്വദേശിയായ രജനീകാന്ത വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വാഹനാപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ഷൊർണൂർ തൃശൂർ സംസ്ഥാനപാതയിൽ വെട്ടിക്കാട്ടിരി കഫേ മക്കാനി ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പിന്നിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു. എതിർവശത്തു നിന്ന് മരങ്ങൾ കയറ്റി വന്ന ലോറിയും അപകടത്തിൽപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിരക്ഷാ സേനയും എത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സംഭവത്തിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രദേശം സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ഓടന്നൂർ മസ്ജിദിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. AP അബ്ദുൽ നാസർ ഇഫ്താർ സന്ദേശം നൽകി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ, NSS വറോഡ് കരയോഗം ട്രഷറർ KN ബാലസുബ്രഹ്മണ്യൻ, KM സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഓടന്നൂർ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് NP ഷാഹുൽ ഹമീദ് സ്വാഗതവും സെക്രട്ടറി VA ഫാറൂഖ് നന്ദിയും പറഞ്ഞു. മതമാകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും മതങ്ങളും മതാചാരങ്ങളും നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്നതാകണമെന്നും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. നോമ്പുതുറ സൽക്കാരവും വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആര്യങ്കാവ് പൂരത്തിന് തണ്ണീർപന്തലിന്റെ തണുപ്പൊരുക്കി കാരക്കാട്ടെ ഒരു കുടുംബം. 150ഓളം വർഷത്തെ പാരമ്പര്യമാണ് കാരക്കാട് പാറത്തൊടി കുടുംബം ഇന്നും കെടാതെ കാക്കുന്നത്. പണ്ട് ക്ഷീണിച്ചെത്തുന്ന മുണ്ടായ കുതിരക്കാർക്ക് വേണ്ടിയാണ് തണ്ണീർപന്തൽ ഒരുക്കിയിരുന്നത്. അന്ന് പാനക വെള്ളമാണ് നൽകിയിരുന്നത്. ഇപ്പോൾ സംഭാരമാണ് വിതരണം ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന നാളെ. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും നാമനിർദ്ദേശ പത്രിക നൽകി.
നരേന്ദ്രമോദി വർഗീയവാദിയും ജനവിരുദ്ധനുമായ പ്രധാനമന്ത്രിയെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കോങ്ങാട് മണ്ഡലത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. പറളി കമ്പയിൽ നിന്നാരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചത് കേരളശ്ശേരി. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ പ്രചരിക്കുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങൾ മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾക്ക് ഔപചാരിക തുടക്കം. ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നത് 2.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ. വള്ളുവനാടൻ ഉത്സവപ്പെരുമയുടെ ആത്മാവിഷ്കാരമായി ആര്യങ്കാവ് പൂരം. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപസ്മരണകളുറങ്ങുന്ന മണ്ണിൽ പൂരം നിറങ്ങളുടെ നൃത്തമായി. ആനകളില്ലാത്ത പൂരം ആചാരത്തനിമയുടെ നേർക്കാഴ്ച. ആവേശം പകർന്ന് ദേശക്കരുത്തിന്റെ കുതിരക്കളി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.